നമസ്കാരം. സുവാണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ മറ്റൊരു വിഷയമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 10-18 ദിവസക്കാലം മഹാമാഘം എന്ന പേരിൽ തിരുനാവായയുടെ തീരത്ത്, മലപ്പുറം ജില്ലയിലെ തവന്നൂരിൽ തിരുനാവായയുടെ തീരത്ത്, നിളയുടെ തീരത്ത് അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്ത് വലിയ ഒരു ആഘോഷം നടന്നു. മഹാമാഘമാണ് മാമാങ്കമായി മാറിയത്. ആ ആഘോഷത്തിൻ്റെ ചില ദൃശ്യങ്ങൾ എന്നെ ഹഠാത് ആകർഷിച്ചു. ഒരു നാഗസന്യാസി, ശരിക്കും നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ, പ്രത്യേകിച്ച് സോക്കാൾഡ് മലയാളിയുടെ കാഴ്ചപ്പാടിൽ അതൊരു അശ്ലീലമായിട്ടൊക്കെ പറയും നമ്മൾ. കാരണം അദ്ദേഹത്തിൻ്റെ തലമുടി ജട അഴിച്ചിട്ടാൽ 1 കിലോമീറ്റർ ദൂരം പോവും. ഒരു അലങ്കാരികമായി പറയും, കുറേ ദൂരം പോവും. നല്ല താടിയുണ്ട്. ആളിന് വളരെ സ്കെൽട്ടായിട്ടുള്ളൊരാളാണ്. ശരീരം വളരെ കുറവാണ്. ഭസ്മമെല്ലാം ഇട്ടിട്ടൊരു കണ്ടാലൊരു ശരിക്കൊരു നാഗസന്യാസിയാണ്. വളരെ ശരീരമൊന്നുമില്ലാത്തൊരു ചെറിയ മനുഷ്യൻ. അതേ ഒരു സഞ്ചിയുമായ ഒരു അറ്റത്തിരുന്നിട്ട് ആളുകൾ വരുമ്പോൾ അവർക്ക് ഭസ്മം കൊടുക്കുന്നുണ്ട്. ചില ആളുകൾ 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ ഇങ്ങനെ അവർക്ക് അദ്ദേഹത്തിന് ദക്ഷിണയും കൊടുക്കുന്നു. അത് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. സ്വാമിമാർ വരും, സന്യാസിമാർ വരും, അവരാരെങ്കിലും പോയി കാലും, ചിലരെ കാല് തൊട്ട് തൊഴും, ചിലരെ കൈക്ക് തൊട്ട് തൊഴും, അനുഗ്രഹം വാങ്ങിക്കും, തലയിൽ അനുഗ്രഹം വാങ്ങിക്കും, അങ്ങനെ പോവും. പക്ഷെ എന്നെ ആകർഷിച്ച മറ്റൊരു ചിത്രം, ഇങ്ങനെ വരിവരിയായിട്ട് നിന്ന് ആളുകളിങ്ങനെ, കുറച്ച് ആളുകളേ ഉള്ളൂ. കാര്യം പല സന്യാസിമാരടുത്ത്, പല സ്വാമിമാരടുത്ത് പലരാണ് പോയി വാങ്ങുന്നത്. അതിനകത്തൊരു നിശ്ചിതമായൊരു ചിട്ടയൊന്നുമില്ല. ആരെപ്പോഴത്തെ അവർക്ക് ഇഷ്ടമുള്ള കാണുന്നവരിൽ നിന്ന് വാങ്ങുന്നു. ഈ സന്യാസിയുടെ അടുത്ത് അല്ലെങ്കിൽ സ്വാമിയുടെ അടുത്ത് ഒരു കൊച്ചു പെൺകുട്ടി വന്ന് സ്വാമിയെ തൊഴുമ്പോൾ സ്വാമിജി ആദ്യം പെൺകുട്ടിയെ തൊഴുന്നു. ബാക്കി ആരും അങ്ങനെ ചെയ്യുന്നില്ല. ബാക്കി എല്ലാവരും അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. തൊഴുന്നു. ഒരു സെക്കൻഡുകൾക്കുള്ളിൽ സ്വാമി തല കുനിഞ്ഞു കൊടുത്തുകൊണ്ട് പെൺകുട്ടിയുടെ, കൊച്ചുകുട്ടിയാണ്, വളരെ കൊച്ചുകുട്ടി, പെൺകുട്ടിയോട് പറയുന്നു തലയിൽ വയ്ക്കാൻ, സ്വാമിയുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കാൻ. സത്യത്തിൽ ഞാൻ ആ ചിത്രം എന്നെ എത്ര പ്രാവശ്യം കണ്ടു. ഒരു 2 സെക്കൻഡുള്ളൊരു വീഡിയോ ആണത്. വീഡിയോ മൊത്തത്തിൽ 6-7 സെക്കൻഡുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ പോർഷന് 2 സെക്കൻഡേ ഉള്ളൂ. ഒരു പെൺകുട്ടി വരുന്നു, ക്യൂവിൽ വരുന്നു, കുട്ടിക്ക് ഭസ്മം കൊടുക്കുന്നു, കുട്ടി തൊഴുന്നു, കുട്ടിയെ തൊഴുന്നു, കൈ പിടിച്ച് സ്വാമിജിയുടെ തലയിൽ വയ്ക്കുന്നു, അനുഗ്രഹം വാങ്ങുന്നു. എന്നിട്ട് സ്വാമിജി അനുഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് എന്തോ ചെറിയ പൊതി കൂടെ കൊടുക്കും. അത് ഭസ്മം തോന്നുന്നു. എങ്ങനെ ആ സ്വാമിക്കത് കഴിയുന്നു? നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും, വലിയ ഈഗോയുടെയും കോംപ്ലക്സിൻ്റെയും, കുറച്ച് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ, കുറച്ച് സൗന്ദര്യം കിട്ടിക്കഴിഞ്ഞാൽ, സോക്കാൾ സൗന്ദര്യമാണ് കേട്ടോ, കുറച്ച് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ, സാങ്കേതികമായി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ചില കാര്യത്തിൽ എക്സ്പെർട്ടൈസ് ആയാൽ നമുക്ക് എന്തൊരു അഹങ്കാരമാണ്. പിന്നെ നമ്മളാണെല്ലാം. പിന്നെ നമ്മൾ കടൽ തീരെ ചേർന്ന് നിന്നിട്ട് കടലിൻ്റെ ആഴം അളന്നു കളയും, കടലിൻ്റെ പരപ്പ് അളന്നു കളയും, അതിന് അതിർത്തി അളന്നു കളയും. അത്ര വലിയ മാന്ത്രികമാണ് മനുഷ്യൻ്റെ മനസ്സ്. വലിയ ഈഗോ വരും നമുക്ക്, ഭയങ്കര കോംപ്ലക്സ് വരും. സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഒന്നുകിൽ, അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഐ ആം ദ സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന ഹിറ്റ്ലറുടെയൊക്കെ ഒരു തിയറി ഉണ്ടല്ലോ. ഞാനാണെല്ലാം, എനിക്കറിഞ്ഞൂടാത്ത വല്ലത് ഈ ഭൂമിക്ക് ഉണ്ടോ, ഭൂമിക്ക് താഴെയോ അല്ലെ സൂര്യന് താഴെ, എനിക്കറിഞ്ഞൂടാത്ത എല്ലാത്തിലും അഭിപ്രായമുണ്ട്. എല്ലാ ഒരു കാര്യവും പഠിക്കില്ല, ഒരു കാര്യവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. സകലതിലും അഭിപ്രായം പറഞ്ഞും കയറിക്കളിച്ചും വേറൊരു തലത്തിലേക്ക് മാറും. മനസ്സുകൊണ്ട് വലിയ അഹങ്കാരികളായി മാറും. ഈഗോയുടെ സൂപ്പർലേറ്റീവിലേക്ക് പോകും. ഞാനൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ കുറേശ്ശെയൊക്കെ മാറി വരുന്നതേ ഉള്ളൂ. മാറി വന്നപ്പോൾ ലേറ്റായി പോയെന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊന്നും ആരെയും തൊഴുത്തില്ലായിരുന്നു. പക്ഷെ തൊഴുന്നതൊക്കെ എന്തോ ഒരു പാപമാണെന്നാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ പഠിപ്പിച്ചത് തന്നെയാണ്. ആരെയും തൊഴാനൊന്നും പാടില്ല. തൊഴുന്നൊക്കെ പറയണ വലിയ ഒരു അശ്ലീലമാണ്, പാപമാണ്. കാല് തൊട്ട് തൊഴുതാൽ പിന്നെ പോയി കാര്യം. പഴയ കാലത്തൊക്കെ ഈ അച്ഛനമ്മമാരുടെ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ അച്ഛനമ്മമാരുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇതങ്ങനെ ഉണ്ടെങ്കിലും കുനിയും മുമ്പേ അച്ഛനമ്മയും പിടിക്കാൻ വേണ്ടെന്ന് പറയും. കാര്യം കാലെന്തോ അശ്ലീലമായിട്ടുള്ള ഭാഗമാണെന്നുള്ളതാണ് പഠിച്ചു വയ്ക്കുന്നത്. കൈ പോലെ പ്രധാനമാണ് കാലെന്നും, കാല് തൊട്ട് തൊഴുമ്പോൾ നമ്മൾ കൂടുതൽ വിനയാന്യതരാവുകയാണെന്നും, നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ബെൻഡ് ചെയ്യല്ലേ, നട്ടെല്ലടക്കം ബെൻഡ് ചെയ്തിട്ടാണല്ലോ കാലിൽ തൊടാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേറൊരു ഊർജ്ജവും വേറൊരു സന്തോഷമൊക്കെ ഉണ്ടെന്നുള്ള വലിയൊരു ആശയമായിരുന്നു അത്. 2 കൈയും കൂപ്പിക്കുമ്പോഴുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി വേറെയാണ്.
അപ്പോൾ അത് നമ്മളാരും ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പറയാൻ വന്ന പോയിൻ്റ് അതാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ കുറേശ്ശെ മാറി വരുന്നു മാനസികമായി. കൂടുതൽ കാര്യങ്ങളും അറിയുമ്പോൾ അറിഞ്ഞതൊന്നും ഒന്നുമല്ല എന്നൊരു തോന്നലുണ്ട്. അറിയാൻ ഒരുപാടുണ്ട് എന്നൊരു തോന്നലുണ്ട്. നമ്മേക്കാൾ അറിവുള്ളവരാണ് മറ്റുള്ളവരെന്ന് തോന്നലുണ്ട്. അപ്പോൾ എന്നോട് വീട്ടിൽ തെങ്ങ് കയറാൻ വരുന്ന ആളിന് തെങ്ങ് കയറും, തേങ്ങ ഇടാനായിട്ട്. എന്നോട് തെങ്ങ് കയറാൻ പറഞ്ഞാൽ പോയിട്ട് ഞാനൊരു പേരമരത്തിൽ പോലും കയറില്ല. കയറിയാൽ മറിഞ്ഞ് വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവേണ്ടി വരും. എത്ര കൗതുകത്തോടു കൂടിയാണ് തെങ്ങ് കയറാൻ വരുന്ന ആൾ കണ്ണടച്ചുറക്കുമ്പോൾ തെങ്ങിൻ്റെ മണ്ടയിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ മെഷീനൊക്കെ ഉണ്ട്. ഞാൻ പറയും മെഷീനൊന്നും ഇല്ലാതെ, ഇപ്പോഴെന്നാലും മെഷീനുണ്ടെങ്കിലും മെഷീനൊന്നും വെക്കാതെ കയറുന്ന എത്രയോ ആളുകൾ എനിക്കറിയാം. പരമ്പരാഗതമായി തേങ്ങ വെട്ടുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ നമുക്കതറിയില്ല. അറിയില്ലെങ്കിൽ എന്ന് വെച്ചിട്ട് നമുക്ക് വേറെ ജോലിയുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, നല്ല ശമ്പളമുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അഹങ്കാരമാണ്. അയാൾ തെങ്ങ് കയറ്റക്കാരൻ, നമ്മൾ പുച്ഛിക്കും ആ ജോലിയെ. അപ്പോൾ വളരെ രസകരമാണ് മനുഷ്യൻ്റെ മാനവ ചരിത്രം പരിശോധിച്ചാൽ. ഇതിൻ്റെ പേരാണ് സനാതനധർമ്മം. ഈ കുനിയാനുള്ള, ആ കുഞ്ഞിൻ്റെ മുന്നിൽ കുനിയാനുള്ള, കുഞ്ഞിനെ തൊഴാനുള്ള, കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ശിരസിൽ വെച്ച് കുഞ്ഞിൽ നിന്ന് അനുഗ്രഹം വാങ്ങാനുള്ള ആ നാഗസന്യാസിയുടെ ഒരു മനസ്സുണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഇന്ത്യൻ സനാതനധർമ്മം, ഹിന്ദുധർമ്മം, ഋഷിധർമ്മം, വൈദിക ധർമ്മം എന്ന് പറയുന്നത്. അത് ചെറുതല്ല. ആ കുഞ്ഞിൽ കണ്ടത് മറ്റൊരു ജീവനെയാണ്. അല്ല കുഞ്ഞിൻ്റെ വലിപ്പമോ പ്രായമോ സൈസോ, ആണാണോ പെണ്ണാണോ, മെയിലാണോ ഫീമെയിലാണോ, വിമണാണോ ചൈൽഡാണോ എന്നൊന്നുമല്ല. ആ കുട്ടിയിൽ കണ്ടത് ഒരു ജീവൻ്റെ പുണ്യാംശത്തെയാണ് സ്വാമിജി കാണുന്നത്. ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റിയാൽ എത്ര മനോഹരമായിരിക്കും. നമുക്ക് സംഘർഷങ്ങളുണ്ടാവോ, വിദ്വേഷമുണ്ടാവോ, തർക്കങ്ങളുണ്ടാവോ, കൊലപാതകങ്ങളുണ്ടാവോ, മോഷണമുണ്ടാവോ? ഇതാണ് ആത്മീയത. എന്താണ് ആത്മീയത എന്നോട് ചോദിച്ചാൽ, നമ്മൾ എത്ര ഉയർന്നവനായിരുന്നാലും എത്ര ഉന്നതങ്ങളിലെത്തിയാലും മനസ്സുകൊണ്ട് വിനയപ്പെടുകയും മറ്റുള്ളവരെ അംഗീകരിക്കുകയും നമ്മെപ്പോലെ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കാനുണ്ടെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാഠമുണ്ടല്ലോ, അതാണ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത. അത് മനസ്സിൻ്റെ മറ്റൊരു തലമാണ്, ഉയർന്ന തലമാണ്, താഴ്ന്ന തലമല്ല. മനസ്സിങ്ങനെ ഉയർന്നു പോകുന്നതിൻ്റെ തലമാണത്. അത് എളുപ്പമല്ല സാധാരണ ആളുകൾക്ക് കിട്ടാൻ. അവനിങ്ങനെ കാമ ക്രോധ ലോഭ മോഹ അധികാര സമ്പത്ത് അഴിമതി സ്ത്രീ പുരുഷ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളിൽ കാമത്തിലും അഷ്ടരാഗങ്ങളിലുമൊക്കെ ഇങ്ങനെ കെട്ടുപിഴഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ്. എളുപ്പമല്ല മനുഷ്യർക്ക്. അങ്ങനെ എളുപ്പമാക്കുന്നത് എങ്ങനെ, അത് കരണീയമാക്കുന്നത് എങ്ങനെ ഓരോരുത്തർക്കും? ഇതാണ് ആത്മീയത പറയുന്നത്. അത് നമുക്ക് കാണാനും കേൾക്കാനും മാത്രം കഴിയുന്നതല്ല, അനുഭവതലം കൂടിയാണ്. നമ്മൾ അനുഭവിക്കണം അത്. അതിന് നമ്മൾ നോൺസെൻസ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രവിചന്ദ്രൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു ഞാൻ. നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ രവിചന്ദ്രൻ, അദ്ദേഹം അത്യാവശ്യം യുക്തിപൂർവ്വം ആളുകളെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. പക്ഷേ അദ്ദേഹം കുറേ നോൺസെൻസും പറയും. അങ്ങനെ പറഞ്ഞു വരുമ്പം ഈ പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നമാണ്. സകലതിനും മറുപടി പറയാൻ, ഞാനിതിന് മറുപടി പറയാൻ അർഹനല്ല, അല്ലെങ്കിൽ എനിക്കിതിന് മറുപടി അറിയില്ല, അല്ലെങ്കിൽ എനിക്കറിയാവുന്നുള്ള മറുപടി ഇതാണ് എന്നൊന്നും പറയുന്നില്ല. അങ്ങ് ആധികാരികമായിട്ട് അങ്ങ് പറയുകയാണ്. ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള നിലയിൽ അദ്ദേഹം അങ്ങ് പറയുകയാണ്. വേറെ ശരികളൊന്നുമില്ല. ഞാൻ പറയുന്നത് ശരി, ഞാൻ കേട്ടോണം. വേറെ ശരി അന്വേഷിക്കുകയും ചെയ്യരുത് നിങ്ങൾ. ഐ ആം റൈറ്റ്, ഞാൻ പറയുന്നതാണ് ശരി, നിങ്ങൾ എടുത്തോണം എന്നുള്ള ലൈനിൽ അവതരിപ്പിക്കും കാര്യങ്ങൾ. ആ ബോഡി ലാംഗ്വേജ് ആയാലും പുച്ഛമാണ്. ലക്ഷക്കണക്കിന് 10-25 ലക്ഷം ആളുകൾ, സന്യാസിമാർ, സ്വാമിജിമാർ, സ്വാമിനിമാർ വന്നൊരു മേളയിൽ പങ്കെടുത്തു. ഒരു നദിയെ വന്ദിച്ചു. അവിടെ കുറേ പൂജകളും കാര്യങ്ങളും ചെയ്തിട്ട് പോയി. നോൺ സെൻസ് എന്നാണ് പറയുന്നത്. ഒരു സെൻസും ഇല്ലാത്തവരാണ് അവിടെ വന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെയാണോ? വിഷയങ്ങളെ കാണേണ്ടത് അങ്ങനെയല്ല. പിന്നെ ആറ്റുകാലിൽ കഞ്ഞിയും ശർക്കരയും കൂടെ ഇട്ട്, അരിയും ശർക്കരയും കൂടെ ഇട്ട് കഞ്ഞി വെച്ചു. എത്ര മോശമായിട്ടുള്ള പ്രയോഗങ്ങളാണ്. അങ്ങനെ ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ മറ്റൊരാൾ ചെയ്യുന്നൊരു പൂജയെ, മറ്റൊരാൾ ചെയ്യുന്നൊരു കടമയെ, മറ്റൊരാൾ ചെയ്യുന്നൊരു കർത്തവ്യത്തെ, മറ്റൊരാൾ ചെയ്യുന്നൊരു കർമ്മത്തെ
ആദരിക്കാനും ബഹുമാനിക്കാനും പോലും അറിയാതെ പരമപുച്ഛമായിട്ട് സംസാരിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറുമ്പോൾ നമ്മൾ കേവലം മൃഗങ്ങളായി മാറും. അതിൽ നിന്ന് ഉയരുന്നതാണ്, എല്ലാറ്റിനെയും സമഭാവനയോട് കാണുന്നു. താല്പര്യമുള്ളത് അത് ചെയ്യട്ടെ. അവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം കിട്ടിയവരുണ്ടല്ലോ, അവരത് പോയി ചെയ്യട്ടെ. അവർക്ക് അവരുടെ ഇഷ്ടമാണല്ലോ അത് ചെയ്യാൻ. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് അതിനെ തെറി പറയാൻ നമ്മളാരാണ്? ഒരു സാമാന്യ ബോധം വേണ്ടേ? ഒരു മിനിമം പ്രതിപക്ഷ ബഹുമാനം വേണ്ടേ? അതിന് ശരി തെറ്റുകൾ പറഞ്ഞിട്ടാണോ? ചുമ്മാ ചിന്തിച്ച് കൂട്ടി പറയുന്നതല്ലേ, അല്ലാതെ ഒരു റൂമിനകത്തിരുന്ന് ക്ലാസ് റൂമിനകത്തിരുന്ന് ചിന്തിച്ച് കൂട്ടി പറയുന്നതല്ലേ. അല്ല ഒരു മൈക്കിൻ്റെ മുമ്പിലിരുന്ന്, അല്ലെങ്കിൽ ഒരു പിന്നെ ബോഡി ആമിൻ്റെ മുമ്പിലിരുന്നോ, അല്ലെങ്കിൽ ഒരു പിന്നെ ക്യാമറയുടെ മുന്നിലിരുന്ന് അങ്ങ് പറയുന്നതല്ലേ, അല്ലാതെ ഇതൊന്നും പോയി ഒരു കവി കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നതൊന്നും അല്ലല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ രണ്ട് മുഖം അവതരിപ്പിച്ചതാണ്. ഒന്ന് സന്യാസി, അദ്ദേഹം വളരെ ഉയരങ്ങളിൽ, സന്യാസി വളരെ ഉയരങ്ങളിൽ നിൽക്കുന്ന ആളാണല്ലോ. അങ്ങനെ ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരു സന്യാസി ഒരു കൊച്ചുകുട്ടിയുടെ മുന്നിൽ തൊഴുകയും കൊച്ചുകുട്ടിയെ കൊണ്ട് തൻ്റെ തലയിൽ അനുഗ്രഹം തരണമെന്ന് സന്യാസി പറയുകയും ചെയ്യുന്നു, അത് ചെയ്യിക്കുകയും ചെയ്യുന്നു. അത് വിനയത്തിൻ്റെയും മാനസികമായ ഒരു ഗരിമയുടെ ഒരു തലമാണത്. അപ്പോഴാണ് മറ്റൊരു തലം ഇവിടെ ഉണ്ട്. സകലതിനെയും ഇരുന്ന് വിമർശിക്കുക, കുറ്റം പറയുക, നമുക്ക് ആവശ്യമുള്ളതിനെ, എന്നിട്ട് ജനാധിപത്യം പറയും, നമ്മൾ ഭരണഘടന എന്ന് പറയും, സ്വാതന്ത്ര്യം പറയും, പേഴ്സണൽ സ്പേസ് എന്ന് പറയും. നമ്മുടെ പേഴ്സണൽ സ്പേസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവനെ തന്തയ്ക്ക് വിളിക്കുക എന്നുള്ളതല്ല. അവരെന്തിനാണ് ഇത് ചെയ്യുന്നത്? അവർ ചെയ്തോട്ടെ, അവരുടെ സ്വാതന്ത്ര്യം. നമ്മളവിടെ പോയി ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ അനുഭവമില്ല. ചെയ്തവർക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ കാണും, അതുകൊണ്ടാണ് അവർ വീണ്ടും പോയി ചെയ്യുന്നത്. അവർക്കൊന്നുമില്ലെങ്കിൽ ഒരു മാനസിക സംതൃപ്തിയിലും കാണും, അതുകൊണ്ടാണല്ലോ അവർ വെയിലത്ത് വീണ്ടും പോകുന്നത്. തലയ്ക്ക് ഭ്രാന്തുള്ളതുകൊണ്ടല്ലോ പോകുന്നത്, വട്ടായിട്ട് പോകുന്നതല്ലല്ലോ. ഒരു മാനസികമായിട്ടുള്ളൊരു സംതൃപ്തിയെങ്കിലും കിട്ടാതെ ആരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ? അപ്പോൾ അങ്ങനെ മാനസികമായ സംതൃപ്തിയോ ഭൗതികമായ നേട്ടങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിൻ്റെ പേർത്ത്, അല്ലെങ്കിൽ ഭാവിയിൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞ ആളുകൾ പ്രതീക്ഷയോടുകൂടി പോട്ടെ, അത് അവരുടെ ജീവിതമാണ്. അതിൽ നമ്മളെന്തിനാണ് കൈവയ്ക്കുന്നത്? നമ്മളെന്തിനാണ് ആ സ്വാതന്ത്ര്യത്തിൽ, അവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈയിട്ടിട്ട് നമ്മളവരെ തെറി പറയുന്നത്? തിരിച്ച് അവർ വന്ന് നമ്മളെ തെറി പറയാൻ പറ്റാത്ത സാഹചര്യം കൂടെ ഉണ്ട്. കാര്യം ഇത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, ഡബിൾ വേ ഇല്ലല്ലോ. വേണമെങ്കിൽ കമൻറ്റിൽ വന്ന് വല്ലതും പറയാമെന്നുള്ളതല്ലാതെ വൺ വേ കമ്മ്യൂണിക്കേഷൻ അല്ലേ. എന്തിനങ്ങനെ പറയുന്നു? ആളുകൾ ഈ പറഞ്ഞ പോലെ കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ലോഭത്തിൻ്റെയും മോഹത്തിൻ്റെയും നിരാശയുടെയും ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയൊക്കെ നടുക്ക് ജീവിക്കുന്ന ജനങ്ങൾക്ക് ഏതെങ്കിലും തുരുത്തിൽ പോയി ആശ്വാസം കിട്ടുമെങ്കിൽ അവർ നേടട്ടെ. അവർക്ക് ആശ്വാസം കിട്ടുമോ ഇല്ല എന്നുള്ളത് അവർ തെളിയിക്കേണ്ട കാര്യമില്ല മറ്റുള്ളവരുടെ മുമ്പിൽ. അത് ആപേക്ഷികമാണ്. എനിക്കൊരു സ്ഥലത്ത് ചെന്ന് ഞാനൊരു അമ്പലത്തിൽ പോയി, അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ പോയി, അല്ലെങ്കിൽ ഒരു സ്വാമിയെ കണ്ടു, സന്യാസിയെ കണ്ടു, അല്ലെങ്കിൽ ഒരു സാത്വികനെ കണ്ടു, തൊഴുതു, എനിക്ക് സംതൃപ്തി ഉണ്ടായി എന്നുള്ളത് ഞാൻ മറ്റൊരാളിന് മെഷർ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എത്ര മില്ലിമീറ്റർ സംതൃപ്തി ഉണ്ടായി, എത്ര സമയം ആ സംതൃപ്തി നിന്നു. സയൻറ്റിഫിക്കായിരിക്കും അങ്ങനെയാണല്ലോ. എപ്പോൾ അത് തുടങ്ങി, എപ്പോൾ അവസാനിച്ചു, എത്ര മിനിറ്റ് അത് നിന്നു, അത് പിന്നെ എപ്പോഴാണ് പോയത്, ഇനി അത് തിരിച്ചു വരുമോ, അതിന് മുമ്പുള്ള കണ്ടീഷൻ എന്തായിരുന്നു, ഇങ്ങനെ വല്ല അന്വേഷിക്കാൻ പറ്റുമോ? അത് താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു സന്തോഷമായിരിക്കും, താൽക്കാലികമായിരിക്കും. പക്ഷെ വീണ്ടും അതേ സന്തോഷം ഉണ്ടാകും, വീണ്ടും പോകും. അങ്ങനെയാണല്ലോ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, ശരീരത്തിന് വേണ്ടി ഭക്ഷണം കഴിച്ചാൽ അടുത്ത കൽപ്പാന്തകാലം കഴിക്കാതിരിക്കുമോ? ഇല്ലല്ലോ. 3 മണിക്കൂർ കഴിയുമ്പോൾ കഴിക്കത്തില്ലേ? അപ്പോൾ ശരീരത്തിന് 3 മണിക്കൂർ കഴിയുമ്പോൾ ഭക്ഷണം വേണം. മനസ്സിനൊരു ഒരാഴ്ച ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ പോകുമ്പോൾ, അന്നദാനത്തിനല്ല ഞാനീ പറഞ്ഞ്, തൊഴാൻ വേണ്ടി ആത്മജ്ഞാനത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി പോകുമ്പോൾ അവരെന്തിനാണ് പരിഹസിക്കുന്നത്? അവരെന്തിനാണ് കളിയാക്കുന്നത്? അവർ സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും അവർക്ക് കൂടുതൽ ഉന്നതി ഉണ്ടാകുന്നുണ്ടല്ലേ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. മനുഷ്യർക്ക്, ആത്മീയ തലത്തിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക്, വിശ്വാസത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് അവർ അനുഭവിക്കുന്ന മാനസികമായ സുഖവും, അവർ പരസ്പരം ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും, എത്രയോ ഉന്നതങ്ങളിൽ നിൽക്കുന്നൊരു സന്യാസി വളരെ സാധാരണയായ ഒരു കൊച്ചുകുട്ടിയുടെ അനുഗ്രഹം വാങ്ങുന്നത് ചെറിയ കാര്യമല്ല. അങ്ങനെ തൻ്റെ മനസ്സിനെ സ്വാമിക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞു. ഒന്ന് സ്വാമി തൊടില്ല, പല സ്വാമിമാരും തൊടാൻ സമ്മതിക്കത്തില്ല. ഇദ്ദേഹം തൊടുന്നു, അനുഗ്രഹം കൊടുക്കുന്നു, അനുഗ്രഹം വാങ്ങുന്നു.
കൊച്ചുകുട്ടിയുടെ നിന്ന് അനുഗ്രഹം വാങ്ങുന്നു, മുതിർന്നവർക്ക് അനുഗ്രഹം കൊടുക്കുന്നു. ഇത് ഒരു വല്ലാത്ത കാഴ്ചയാണ്. അതാണ് ധർമ്മത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത്. ഏത് സംഘടനയാണ്, വിശ്വ ഹിന്ദു പരിഷത്തോ ഹിന്ദു ഐക്യവേദിയോ ഇനി RSSോ BJPയോ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ആരെങ്കിലും ആഹ്വാനം ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ സ്പോൺസർ ചെയ്തിട്ടാണോ അവിടെ ഈ തിരുനാവായിൽ ഇത്രയും നടന്നത്? അമ്മു ക്രിയേഷൻ എന്നോ അമ്മു പിന്നെ എന്ന് പറയുന്ന ഒരു സംഘടന, ആചാര്യൻ മനോജ് കൊടുത്തിട്ടുള്ള ഭക്ഷണം, അദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് പഴയിടം നമ്പൂതിരി വന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നു, എല്ലാ നേരവും ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? അല്ലാതെ വലിയൊരു സംഘടനയല്ലല്ലോ അവിടെ ആളെ വിളിച്ചത്. മാധ്യമങ്ങളത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു, കണ്ടില്ല എന്നടിച്ചു. അപ്പോൾ മാധ്യമങ്ങൾ കണ്ടില്ല എന്നടിച്ച ഒരു സംഘടനയുടെയും ആഹ്വാനമില്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് വന്ന് ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പഠനവിധേയമാക്കുകയല്ലേ ചെയ്യേണ്ടത്? അത് തള്ളിപ്പറയുകയാണോ ചെയ്യേണ്ടത്? അതിന് തന്തയ്ക്ക് വിളിക്കുകയാണോ ചെയ്യേണ്ടത് പോയവരെ? അവരൊന്നും മോശക്കാരല്ലല്ലോ, അക്ഷരാഭ്യാസം ഇല്ലാത്തവരല്ലല്ലോ, വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലല്ലോ, സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരുണ്ടല്ലോ, ഉന്നത പദവികളിൽ ഇരിക്കുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു വലിയ സമൂഹം അവിടെ പോയി പല ദിവസങ്ങളവിടെ താമസിച്ചു, ഗംഗ ആരതി ചെയ്തു, ഗംഗയിലിറങ്ങി സ്നാനം ചെയ്തു, കുളിച്ചു. ക്ഷേത്രത്തിൽ പോയവർ, നവാമുകുന്ദ ക്ഷേത്രത്തിൽ പോയി. അപ്പുറത്ത് വേറെ 2 ക്ഷേത്രമുണ്ട്, അവിടെ പോയവർ പോയി, പോകാത്തവർ പോയില്ല. അന്നദാനം കഴിച്ചവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. ഇതൊരു ആഘോഷം, ആനന്ദമല്ലേ? മനുഷ്യരൊത്തുകൂടണ്ടേ? അതിനുള്ള വേദികളാണ് ക്ഷേത്രങ്ങൾ, അതിനുള്ള സംഭവങ്ങളാണ് ഉത്സവങ്ങൾ. അപ്പോൾ അത് വേണ്ടേ? ഉത്സാഹത്തോടെ ചേരുന്നതാണ് ഉത്സവം, ഉത്സാഹത്തോടെ കാണുന്നതാണ് ഉത്സവം. അപ്പോൾ ഒരു ഗ്രാമത്തിൽ അവിടുത്തെ ജനങ്ങളെല്ലാം നന്നായി ഉണ്ണുകയും ഉറങ്ങുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നതിനിടയിൽ അവർക്ക് എല്ലാവർക്കും കൂടി ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൂടി ഒത്തുകൂടാൻ പറ്റുന്ന ഒരിടമായി ഉത്സവങ്ങൾ മാറണം. മാറിയിട്ടുണ്ട്. അങ്ങനെ മാറുന്ന ഉത്സവങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണ്ടേ? മനുഷ്യരെല്ലാവരും സ്വാർത്ഥരായി വീട്ടിലിരുന്നാൽ മതിയോ? ഒരാളും പുറത്തിറങ്ങണ്ടേ? സോഷ്യൽ ഇടം വേണ്ടേ? സാമൂഹ്യ തലം വേണ്ടേ? അപ്പോഴല്ലേ മനുഷ്യർ മാനവരായി മാറുന്നത്. ഇത് യാതൊന്നും വേണ്ട. എന്ത് വന്നാലും അത് അന്ധവിശ്വാസവും അനാചാരവും എന്ന് പറഞ്ഞ് തള്ളുക, എല്ലാറ്റിനെയും നിഷേധിക്കുക, നോൺസെൻസാണെന്ന് പറയുക. ഇപ്പം എന്താണ് സെൻസ്? ഇതിനെല്ലാം തള്ളിപ്പറയുന്നതാണോ സെൻസ്? വളരെ രസകരമാണ് ഇത് പഠിച്ചാൽ, കൗതുകമുള്ള വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, കുറേ സന്യാസിമാരെ കാണാൻ വേണ്ടി മാത്രം, കുറേ സ്വാമിനിമാരും സ്വാമിജിമാരെയും കാണാൻ വേണ്ടി മാത്രം 10-25 ലക്ഷം ആളുകൾ ഒരു നദിയുടെ തീരത്ത് വരുമോ? അവിടെ മറ്റൊന്നും കൊടുക്കാനില്ല, മറ്റ് പണവുമില്ല. അവിടെ മ്യൂസിയത്ത് കാണുമ്പോലുള്ള പക്ഷിമൃഗാദികളില്ല, ജന്തുവൈവിധ്യമില്ല, സസ്യവൈവിധ്യമില്ല, പുഷ്പത്തിൻ്റെ പ്രദർശനമില്ല, ഒന്നുമില്ല. എന്നിട്ടും 10-25 ലക്ഷം ആളുകൾ വരുന്നുവെങ്കിൽ, കുംഭമേളയിൽ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വരുന്നുവെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ഈ കാരണം പഠനവിധേയമാക്കാതെ, ഈ കാരണം അന്വേഷണ വിധേയമാക്കാതെ പറയുന്നതെല്ലാം ഒരു നിഷേധത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ എടുക്കില്ല. കുറ്റപ്പെടുത്തലിലൂടെ ആരെങ്കിലും നമുക്ക് നന്നാക്കാൻ പറ്റുമോ? നമുക്ക് റീച്ച് കിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ. അതിനപ്പുറം പൊതുസമൂഹത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഒരു ചലനം ഉണ്ടാക്കുന്നില്ല. അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്നതിന് പറയാം, അവരെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ചർച്ചകളും സെമിനാറുകളും ബൈറ്റുകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്, റീൽസുമൊക്കെ. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു സ്വാമിജി തുടങ്ങിയാണ് നമ്മളിവിടെ എത്തിയത്. ആ സ്വാമിജി എനിക്ക് പരിചയമില്ല, ഇനി കാണാൻ പറ്റുമെന്നും അറിയത്തില്ല.
അത് സ്വാമിജി ഇന്നലെ പോയി കാണുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന, മനുഷ്യജീവിതത്തെ നന്മയിലേക്ക് നയിക്കുന്ന, മനുഷ്യൻ മാനവനാകുന്ന ഒരു യാത്രയുണ്ട്. ആ യാത്രയുടെ പേരാണ് ആത്മാന്വേഷണം. ആ യാത്രയുടെ പേരാണ് ആത്മജ്ഞാനം. ആത്മജ്ഞാനവും ആത്മാന്വേഷണവും കിട്ടിയാൽ, നടത്തിയ ആത്മജ്ഞാനം കിട്ടിയാൽ അത് വേറെ തലത്തിൽ വരും. അല്പജ്ഞാനമായി പോയാൽ നമ്മൾ കിട്ടിയ ജ്ഞാനം വെച്ച്, കിട്ടിയ അറിവ് വെച്ച് സകലതിനെയും നമ്മൾ വിമർശിച്ച് നമ്മൾ സ്വയം പരിഹാസിതരാകും. ലക്ഷക്കണക്കിന് ജനങ്ങൾ ആരുടെയും ആഹ്വാനമില്ലാതെ, പത്രപരസ്യങ്ങളില്ലാതെ, സ്ഥിരമായി നടത്താതെ ആദ്യമായിട്ട് ആളുകളെ വിളിക്കുമ്പോൾ നാനാജാതി മതസ്ഥരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചും റെയിൽവേ പിടിച്ചും ട്രെയിൻ പിടിച്ചും സ്വന്തം കാറിലുമൊക്കെ അവിടെ വരുമ്പോൾ അതൊരു വലിയ ഒരു തലമാണ് അതിനകത്തുള്ളത്. ആ തലം എന്ന് പറയുന്നത് ഈ സ്വാമിജിയുടെ ഞാൻ പറഞ്ഞ മാനസിക തലത്തിൻ്റെ ഉയർന്ന രൂപമാണ്. അത് നമുക്ക് കാണാൻ പറ്റണം. അതിന് നമ്മൾ മറ്റ് വിഷയങ്ങൾ വെച്ച് ഓട്ടയടച്ചതുകൊണ്ട് ഇരുട്ട് പോകില്ല. അത് അടച്ചാൽ ശക്തമായ പ്രകാശം വീണ്ടും വരിക തന്നെ ചെയ്യും. അതിനാരുടെയും ആഹ്വാനം ആവശ്യമില്ല, ആരുടെയും സംഘടനയും പ്രശ്നമേ അല്ല.